നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് പി.വി. അൻവർ എം.എൽ.എ. പത്രസമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചു. എൻ.സി.പിയിൽ വിഭാഗീയത കടുപ്പിച്ച് സസ്പെൻഷൻ. പെരുമ്പിലാവ് അറക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. അന്നത്തെ ഗ്രൗണ്ടല്ല ഇപ്പോഴത്തെ ഗ്രൗണ്ട്. മുൻ ഫുട്ബോൾ താരം കുണ്ടുകാടൻ അബൂബക്കർ. ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും അംഗീകരിക്കില്ലെന്ന് കെ മുരളീധരൻ. ഉദുമ മുൻ എം.എൽ.എ. കെ.പി. കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. മുകേഷിനെ പിന്തുണച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി. സതീദേവി. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് പി.വി. അൻവർ എം.എൽ.എ. പത്രസമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചു. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് പി.വി. അൻവർ എം.എൽ.എ. പത്രസമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിലെ 158 സ്വർണ്ണക്കടത്ത് കേസുകൾ ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? എസ്.പി. ഓഫീസിലെ മരമുറി കേസിൽ അന്വേഷണം തൃപ്തികരമല്ല. സ്വർണ്ണക്കടത്ത് കേസിലും റിദാന്റെ കൊലപാതകത്തിലും അന്വേഷണം കാര്യക്ഷമമല്ല. പാർട്ടി നൽകിയ ഉറപ്പ് പാടെ ലംഘിക്കുകയാണ്. എടവണ്ണ കേസിലെ തെളിവുകൾ പരിശോധിച്ചില്ല. പി.വി. അൻവർ കള്ളക്കടത്ത് കേസിലെ ആളായണമെന്ന സംശയം മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊടുക്കുകയായിരുന്നു. കള്ളക്കടത്തുകാരെ ഞാൻ മഹത്വവൽക്കരിക്കുന്നുവെന്ന പ്രസ്താവനയും എനിക്ക് ഡാമേജ് ഉണ്ടാക്കി. മുഖ്യമന്ത്രി ഇത്രയും കടന്നു പറയേണ്ടിയിരുന്നില്ല. മുഖ്യമന്ത്രി എന്നെ കുറ്റവാളിയാക്കുകയായിരുന്നു. പാർട്ടി തിരുത്തുമെന്ന് കരുതിയിട്ടും തിരുത്തിയില്ല. തന്റെ പ്രതീക്ഷ മുഴുവൻ പാർട്ടിയിലായിരുന്നു. 8 വർഷമായല്ല താൻ പാർട്ടിയിൽ നിൽക്കുന്നത്. ഇനി ഹൈക്കോടതിയെ മാത്രമേ വിശ്വാസമുള്ളൂവെന്നും കോടതിയെ സമീപിക്കുമെന്നും പി.വി. അൻവർ പറഞ്ഞു. CPM-ന്റെ നിർദ്ദേശം മറികടന്നാണ് പി.വി. അൻവർ എം.എൽ.എ. മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, എനി ടൈം ന്യൂസ്. നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചു. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ വിചാരണ കോടതിയിൽ ഹാജരായി. നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചു. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരായി. കേസിലെ 13 പ്രതികളിൽ 12 പേർ ഹാജരായി. 6ാം പ്രതി ഹാജരായില്ല. വിചാരണയുടെ അവസാനഘട്ട നടപടികളാണ് പുരോഗമിക്കുന്നത്. കേസിൽ ഇന്നത്തെ നടപടികൾ പൂർത്തിയായി. പ്രതികളുടെ വിസ്താരം നാളെയും തുടരും. നാളെ മുതൽ പ്രതികളുടെ വിശദമായ വിസ്താരം നടക്കും. ഇന്നത്തെ നടപടിക്ക് ശേഷം ദിലീപ് കോടതിയിൽ നിന്ന് മടങ്ങി. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി 7.5 വർഷത്തിനു ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. ഉപാധികളോടെയാണ് കോടതി പ്രതിക്ക് ജാമ്യം നൽകിയത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വിചാരണ കോടതി കേസിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിലും സുനിക്ക് ജാമ്യം ലഭിച്ചതോടെയാണ് സുനിയുടെ മോചനം സാധ്യമായത്. എൻ.സി.പിയിൽ വിഭാഗീയത കടുപ്പിച്ച് സസ്പെൻഷൻ. എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റുന്നതിനെതിരെ യോഗം വിളിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്തു. എൻ.സി.പിയിൽ വിഭാഗീയത കടുപ്പിച്ച് സസ്പെൻഷൻ. എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റുന്നതിനെതിരെ തൃശൂരിൽ യോഗം വിളിച്ച സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്തു. പി.കെ. രാജനെയാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ നടപടിക്കെതിരെ എ.കെ. ശശീന്ദ്രൻ നിലപാട് പരസ്യപ്പെടുത്തിയതോടെ വിഭാഗീയത ശക്തമായി. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാണ് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ആവശ്യപ്പെട്ടത്. ദേശീയ സമിതി അംഗം കൂടിയായ പി.കെ. രാജന്റെ പേരിൽ നടപടി സ്വീകരിക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തിന് മാത്രമേ പാർട്ടി ഭരണഘടനാ പ്രകാരം അധികാരമുള്ളൂ. പ്രതികാര നടപടികളിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റ് പിന്മാറണമെന്ന് എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. ഏതുവിധേനയും ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ഔദ്യോഗിക നേതൃത്വം. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ എല്ലാ ജില്ലകളിലും ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ച് പ്രതിരോധം ശക്തമാക്കാനാണ് ശശീന്ദ്രന്റെ നീക്കം. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയരുതെന്നും അങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടതുണ്ടെങ്കിൽ സംസ്ഥാന നേതാക്കളുടെ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ പാടുള്ളൂവെന്നും തൃശൂരിലെ യോഗത്തിൽ ഉയർന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി.കെ. രാജൻ, ജനറൽ സെക്രട്ടറി എ.വി. വല്ലഭൻ, സെക്രട്ടറി രഘു കെ. മാരാത്ത്, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി.എൽ. ജോയ്, ജില്ലാ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് അറക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു.
പെരുമ്പിലാവ് അറക്കൽ പള്ളിക്കു സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. ചാലിശ്ശേരി ആലിക്കൽ സ്വദേശി വേങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അജിതന്റെ മകൻ 15 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പെരുമ്പിലാവ് സ്വദേശി ഷാജിയുടെ മകൻ 18 വയസ്സുള്ള ഷാനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് അപകടം. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അതുൽ കൃഷ്ണ. പെരുമ്പിലാവിൽ നിന്നും ചാലിശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അന്നത്തെ ഗ്രൗണ്ടല്ല ഇപ്പോഴത്തെ ഗ്രൗണ്ട്. മുൻ ഫുട്ബോൾ താരം കുണ്ടൂക്കാടൻ അബൂബക്കർ. അന്നത്തെ ഗ്രൗണ്ടല്ല ഇപ്പോഴത്തെ ഗ്രൗണ്ടെന്ന് മുൻ ഫുട്ബോൾ താരം കുണ്ടുകാടൻ അബൂബക്കർ കുറച്ചു ദിവസങ്ങളായി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ ചൊല്ലി നടക്കുന്ന സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള ആ പഴയ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പറമ്പ് മാതിരിയായിരുന്നു. ആ പറമ്പിൽ ഒരു കുളം ഉണ്ടായിരുന്നു, മരങ്ങളുണ്ടായിരുന്നു, കുറെ നമ്മൾ സപ്പോർട്ടില്ലേ ആ മരങ്ങളുണ്ടായിരുന്നു, ഒരു വലിയൊരു പൂളുണ്ടായിരുന്നു, പിന്നെ ഒരു കുളമായിരുന്നു. പിന്നീട് ഞങ്ങളൊക്കെ വന്നതിന് ശേഷം അത് വിചാരിച്ച് ആ കാലത്ത് അവിടെ വീടുകളൊന്നുമില്ല, വെറും ഒരു വലിയൊരു വരമ്പായിരുന്നു. പിന്നീട് അത് റോഡായി വന്നു. ഈ റോഡായി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ തെക്ക് വശവും പടിഞ്ഞാറ് വശവും വടക്ക് വശവും ആൾക്കാർ വീട് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ആ സ്ഥലം കയ്യേറി ഉണ്ടാവുമെന്നാണ് എൻ്റെ ഇതിൽ. പിന്നെ ഈ ഗ്രൗണ്ട് ഇപ്പോഴത്തെ നേരത്തിൽ നമുക്ക് നേരാക്കി വെള്ളം വരാതെ ഗ്രൗണ്ട് ശരിയാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചിറ നേരാക്കണം. ചിറ എന്ന് പറഞ്ഞില്ലേ, അത് ഒന്നില്ലെങ്കിൽ അതിന് എന്തെങ്കിലും സംവിധാനം കാണുക, അതല്ലെങ്കിൽ വർഷകാലം തുടങ്ങാട്ടി മുന്നേ ചിറ റിപ്പയർ ചെയ്യുക. വെള്ളം തടഞ്ഞത് ഞാനിപ്പോൾ ഇടയ്ക്ക് പല പ്രാവശ്യം അവിടെ പോകാണ്ട് ഈ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഇടയ്ക്ക് ഗ്രൗണ്ടിൽ പോയി നോക്കുന്ന ഒരാളാണ്. ഗ്രൗണ്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താ നോക്കുന്ന ഇടയ്ക്ക് പോയി നോക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഇതിനൊന്നും ഒരു വഴി എനിക്ക് കാണുന്നില്ല. ഈ ഗ്രൗണ്ട് നടക്കണമെങ്കിൽ പണി ചെയ്യാനുള്ളൂ. ഇത് രണ്ട് വിഭാഗങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് വിഭാഗം നടത്തുന്നത് സമരം അവർ ഒരു ഒത്തുതീർപ്പിലെത്തി എന്നാലേ വടക്കാഞ്ചേരി ഗ്രൗണ്ടിന് ഒരു വികസനം ഉണ്ടാവുള്ളൂ. കക്ഷി രാഷ്ട്രീയത്തെ മുതലെടുക്കാൻ വേണ്ടിയാണ് ഒരു കാരണവശാലും വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിലെ ഗ്രൗണ്ട് നന്നാവില്ല. കക്ഷി രാഷ്ട്രീയം മറന്ന് വടക്കാഞ്ചേരി ഗ്രൗണ്ടിനെ സംരക്ഷിക്കുകയാണ് വേണ്ടതെന്ന് കുണ്ടുകാടൻ അബൂബക്കർ പറഞ്ഞു. പണ്ടുകാലത്ത് ചെറിയ ഒരു കളിക്കളമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഗ്രൗണ്ടിനോട് ചേർന്ന് കിടന്നിരുന്ന കുളം തൂർക്കുകയും മരങ്ങൾ മുറിച്ചു കളയുകയും ചെയ്താണ് വിശാലമായ ഗ്രൗണ്ട് നിർമ്മിച്ചത്. ഗ്രൗണ്ടിന്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നടക്കാനായി വരമ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന വീടുകൾ പണ്ടുകാലത്തില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നാടൻ പുല്ലുള്ള അപൂർവം ചില ഗ്രൗണ്ടുകളിൽ ഒന്നാണ് വടക്കാഞ്ചേരിയിലേത്. 1965 മുതൽ 1972 വരെ താൻ വടക്കാഞ്ചേരി ഗ്രൗണ്ടിലെ സ്ഥിരം കളിക്കാരനായിരുന്നു. ഇപ്പോഴും വടക്കാഞ്ചേരി ഗ്രൗണ്ടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് താനെന്നും പഴയ ഫുട്ബോൾ താരം കുണ്ടുകാടൻ അബൂബക്കർ പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും അംഗീകരിക്കില്ലെന്ന് കെ മുരളീധരൻ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും അംഗീകരിക്കില്ലെന്ന് കെ മുരളീധരൻ. ADGPയുടെ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് കാരണം CPIയെ തൃപ്തിപ്പെടുത്തുക എന്നതാണെന്ന് മുരളീധരൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണം അജിത് കുമാറിനെ സംരക്ഷിക്കുക എന്നതാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. അതേസമയം ഒരു സിനിമാ നടനെ അറസ്റ്റ് ചെയ്യാൻ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും കഴിഞ്ഞില്ല. ഹൈക്കോടതി ജാമ്യം തള്ളിയിട്ടും അറസ്റ്റ് ഇതുവരെ ഉണ്ടായില്ല. പിണറായി വിജയൻ വേട്ടക്കാർക്ക് ഒപ്പം കൂടിയെന്നും സ്ത്രീവിരുദ്ധ സർക്കാരാണെന്നും കെ മുരളീധരൻ വിമർശിച്ചു. ഉദുമ മുൻ MLAയും KPCC മുൻ ജനറൽ സെക്രട്ടറിയുമായ KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. ഉദുമ മുൻ MLAയും KPCC മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കവെയാണ് അന്ത്യം. സെപ്റ്റംബർ 7-ാം തീയതിയാണ് കുഞ്ഞിക്കണ്ണൻ സഞ്ചരിച്ചിരുന്ന വാഹനം കണ്ണൂരിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വാരിയെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിക്കണ്ണൻ കണ്ണൂരിൽ ചികിത്സയിലായിരുന്നു. 2 ദിവസം മുന്നെയാണ് ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. 1987-ലാണ് നിയമസഭയിൽ ഉദുമ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കുഞ്ഞിക്കണ്ണൻ മത്സരിച്ചത്. K കരുണാകരൻ DIC രൂപീകരിച്ചപ്പോൾ കുഞ്ഞിക്കണ്ണനും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ DCC പ്രസിഡന്റായിരുന്നു. കേരഫെഡ് ചെയർമാനായും കുഞ്ഞിക്കണ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മുകേഷിനെ പിന്തുണച്ച് വനിതാ കമ്മീഷൻ. മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. മുകേഷിനെ പിന്തുണച്ച് വനിതാ കമ്മീഷൻ. മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി പറഞ്ഞു. കേസിൽ പ്രതി ചേർക്കപ്പെട്ടതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് സതീദേവി വ്യക്തമാക്കി. അതേസമയം സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ ജാഗ്രതയോടെ ഇടപെടൽ നടക്കുന്നുവെന്ന് സതീദേവി പറഞ്ഞു. ദേശീയ വനിതാ കമ്മീഷൻ വരുന്ന കാര്യം അറിയിച്ചിരുന്നുവെന്നും ടെലിഫോണിൽ ബന്ധപ്പെട്ടാണ് അറിയിച്ചതെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. ഇന്ന് വൈകിട്ട് അവിടെ എത്തുമെന്നാണ് പറഞ്ഞത്.
എന്താണ് സന്ദർശന ലക്ഷ്യം എന്ന കാര്യം വ്യക്തമല്ല. ഹേമ കമ്മിറ്റിയാണോ സന്ദർശന വിഷയം എന്നറിയില്ല. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരോട് വ്യക്തമാക്കും. പി സതീദേവി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. പല അവസ്ഥകളിലൂടെയാണ് കുടുംബം കടന്നുപോയതെന്ന് അർജുന്റെ സഹോദരി അഞ്ജു. പല അവസ്ഥകളിലൂടെയാണ് കുടുംബം കടന്നുപോയതെന്ന് അർജുന്റെ സഹോദരി അഞ്ജു. എല്ലാത്തിനുമുള്ള ഉത്തരം അവസാനം ലഭിച്ചെന്ന് അഞ്ജു പറഞ്ഞു. അർജുനെ തിരികെ ലഭിക്കില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് മുന്നോട്ടു പോയതെന്ന് അർജുന്റെ സഹോദരി പറഞ്ഞു. 3ാം ഘട്ട തിരച്ചിൽ വരെ കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയറിയിച്ച് അഞ്ജു. കർണാടകയിൽ നിന്ന് അധികൃതർ വിളിച്ചിരുന്നു. വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും DNA ഫലം വന്നാൽ ഉടൻ മൃതദേഹം എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരും നടത്തുന്നുണ്ടെന്ന് അഞ്ജു പറഞ്ഞു. കുടുംബത്തെ ചേർത്ത് പിടിച്ച ഒരുപാട് പേരുണ്ട്. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ തകർന്നുപോയ സമയങ്ങളിലും സർക്കാർ കൂടെ നിന്നിട്ടുണ്ട്. ജോലി നൽകിയ സംസ്ഥാന സർക്കാരിനും ഡ്രഡ്ജിംഗ് സാധ്യമാക്കിയ കർണാടക സർക്കാരിനോടും നന്ദിയുണ്ടെന്ന് അഞ്ജു പറഞ്ഞു. ലോറി ഉടമ മനാഫും മുബീനും കൂടെ നിന്നു. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു. മുബീനാണ് ലോറിയുടെ യഥാർത്ഥ ഉടമ. അദ്ദേഹം ഒരുപാട് സഹായം ചെയ്തു. കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയെ മുതലെടുത്ത യൂട്യൂബ് ചാനലുകളുണ്ട്. അത് വേദനിപ്പിച്ചുവെന്ന് അഞ്ജു പറഞ്ഞു. കൂടെ നിന്ന മലയാളികൾക്കും എല്ലാവർക്കും നന്ദിയെന്ന് അർജുന്റെ സഹോദരി അഞ്ജു. ഒരു ഇടവേള. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വാർത്തകൾ തുടരുന്നു. കുതിരാനിൽ പട്ടാപ്പകൽ 2 കോടിയുടെ സ്വർണം തട്ടി. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കുതിരാനിൽ നടന്ന കോടികളുടെ സ്വർണ്ണ കവർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നത്. കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവന്നിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കുതിരാന് സമീപം വെച്ച് 3 കാറുകളിലായി എത്തിയ സംഘം കവർന്നത്. കോയമ്പത്തൂരിൽ പണി കഴിപ്പിച്ച് തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന 2.5 കിലോ സ്വർണ്ണാഭരണമാണ് 3 കാറുകളിലായി മുഖം മറച്ചെത്തിയ സംഘം കവർന്നെടുത്തത്. 2 ഇന്നോവ, ഒരു റെനോൾട്ട് എന്നീ കാറുകളിലായാണ് കവർച്ചാ സംഘം എത്തിയത്. സ്വർണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തിയ ശേഷം കാറിലുണ്ടായിരുന്ന സ്വർണ്ണ വ്യാപാരി തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജി തോമസിനെയും കത്തിയും കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക്കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് കാറിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കിയ ശേഷം സ്വർണവും കാറും കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. ഇതിനിടെ ഇരുവരെയും കവർച്ചാ സംഘം എത്തിയ കാറുകളിൽ കയറ്റിക്കൊണ്ടുപോയി പുത്തൂരിൽ വെച്ച് അരുൺ സണ്ണിയെയും പാലിയക്കരയിൽ വെച്ച് റോജി തോമസിനെയും ഇറക്കിവിടുകയും ചെയ്തു. സംഭവത്തിൽ പീച്ചി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അക്രമികളെത്തിയ വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വാഹനം പോയതിന്റെ കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. തൃശൂർ പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം ആദ്യം മുതൽ ആവശ്യം ഉന്നയിച്ചിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂർ പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം ആദ്യം മുതൽ ഉന്നയിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകാൻ. പൂരം കലക്കിയതും RSS നേതാക്കളെ കാണാൻ ADGP പോയതും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും VD സതീശൻ. 3 ദിവസം മുമ്പ് കമ്മീഷൻ നൽകിയ ക്രമീകരണങ്ങൾ മാറ്റി പൂരം കലക്കാനുള്ള പുതിയ പ്ലാൻ ADGP നേരിട്ട് കൊടുക്കുകയായിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോട് ചെയ്തതാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുമോ? എത്ര അന്വേഷണമാണ് ADGPക്കെതിരെ നടക്കുന്നത്? ഭരണപക്ഷ MLA കൊടുത്ത പരാതിയിലും RSS കൂടിക്കാഴ്ച സംബന്ധിച്ച പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തിലും അന്വേഷണം നടക്കുന്നു. പൂരം കലക്കിയതിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിലും അന്വേഷണം നടന്നിട്ടും ADGPയെ അതേ സ്ഥാനത്തു തന്നെ നിർത്തിയിരിക്കുകയാണ്. എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക് ADGPയോട്? മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാമാണ് ADGP ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര കരുതലോടെ ചേർത്ത് നിർത്തുന്നത്. കീഴുദ്യോഗസ്ഥർ അന്വേഷണം നടത്തുമ്പോഴും ADGP ആ സ്ഥാനത്തു തന്നെ തുടരുകയാണ്. പോലീസിന്റെ അധികാര ശ്രേണി പാലിച്ചുള്ള നടപടികൾ അല്ല ഇപ്പോൾ നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. DGP പറഞ്ഞാൽ ADGP കേൾക്കില്ല.
അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ SP-മാർ കേൾക്കില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്. പോലീസ് നിർവീര്യമായി കൊണ്ടിരിക്കുകയാണ്. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് പോലീസ് എന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. താരസംഘടനയായ അമ്മയും WCCയും തമ്മിലുള്ള പോരാണ് തനിക്കെതിരായ ബലാത്സംഗ കേസിന് പിന്നിലെന്ന് സിദ്ദിഖ്. താരസംഘടനയായ അമ്മയും WCCയും തമ്മിലുള്ള പോരാണ് തനിക്കെതിരായ ബലാത്സംഗ കേസിൽ പിന്നിലെന്ന് നടൻ സിദ്ദിഖ്. ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയത് ശരിയായ അന്വേഷണം നടത്താതെയെന്നും സിദ്ദിഖ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്താഗിയുടെ ജൂനിയറായ രഞ്ജിത റോത്താഗിയാണ് സിദ്ദിഖിന് വേണ്ടി ജാമ്യാപേക്ഷ ഫയൽ ചെയ്തത്. അതിജീവിതയ്ക്കെതിരെയും സിദ്ദിഖ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പരാതി നൽകാനും കേസെടുക്കാനും കാലതാമസമുണ്ടായി. പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നും സിദ്ദിഖിന്റെ അഭിഭാഷക സുപ്രീംകോടതിയിൽ രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കലകളുടെയും കലാകാരന്മാരുടെയും നാടായ എങ്കക്കാട് ഗ്രാമത്തിൽ വളർന്ന കലാമണ്ഡലം അശ്വതിക്ക് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നിന്നും മോഹിനിയാട്ടത്തിന്റെ രംഗപാഠം സാധ്യതകളും സമീപനങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. കലകളുടെയും കലാകാരന്മാരുടെയും നാടായ എങ്കക്കാട് ഗ്രാമത്തിൽ വളർന്ന കലാമണ്ഡലം അശ്വതിക്ക് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നിന്നും മോഹിനിയാട്ടത്തിന്റെ രംഗപാഠം സാധ്യതകളും സമീപനങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. മോഹിനിയാട്ടത്തെ കൂടുതൽ പരിപോഷിപ്പിക്കാനും അതിനെക്കുറിച്ചുള്ള സാധ്യതകൾ കണ്ടെത്താനുമുള്ള ഒരു ശ്രമമാണ് നടത്തിയതെന്ന് കലാമണ്ഡലം അശ്വതി പറഞ്ഞു. എൻ്റെ ഗവേഷണ പ്രബന്ധത്തിൻ്റെ വിഷയം മോഹിനിയാട്ടത്തിൻ്റെ രംഗപാഠം സാധ്യതയും സമീപനങ്ങളും എന്നുള്ളതാണ്. ഗവേഷണ മാർഗദർശി ഡോക്ടർ CN നീലകണ്ഠൻ മാഷായിരുന്നു. അദ്ദേഹം പട്ടാമ്പി സംസ്കൃത സർവകലാശാലയിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ശങ്കരയിൽ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ദീർഘകാലം സേവനം ഉണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങളുടെ കലാമണ്ഡലത്തിലെ കോർഡിനേറ്ററായിട്ട് കുറച്ച് നാളുണ്ടായിരുന്നു. അതുമായിട്ടുള്ള ബന്ധത്തിനനുസരിച്ചാണ് സാറിൻ്റെ കീഴിൽ ഞാനിത് ചെയ്യാൻ കാരണം. ഞാൻ കലാമണ്ഡലത്തിൽ 2002 പഠനം തുടങ്ങിയിട്ട് 2013 MA പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം 2016 PhDക്ക് ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ ബേസിക്കലി ഒരു പ്രാക്ടീഷണറാണ്, മോഹിനിയാട്ടം പെർഫോമറാണ്. നിരന്തരമായിട്ട് കേരളത്തിനകത്തും പുറത്തും ധാരാളം വേദികൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് സ്റ്റഡി അരങ്ങത്ത് അവതരിപ്പിക്കുന്നതിൻ്റെ രസതന്ത്രം അറിയാനുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു വിഷയം സമീപിക്കുന്നത്. പെർഫോമൻസ് സ്റ്റഡിയാണ്, തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്റ്റേജ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു, സ്റ്റേജിൽ ലൈറ്റ്, സൗണ്ട്, മറ്റ് പ്രോപ്പർട്ടീസ്, നമ്മളൊരു കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് മുതൽ അതിൻ്റെ ഒരു കഥാപാത്ര രൂപാന്തരം വരെ ഒരു നർത്തകിയുടെ സഞ്ചാരം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഗവേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ മോഹിനിയാട്ട വിഭാഗം ലെക്ചററാണ് ഈ കലാകാരി. ഡോക്ടർ CN നീലകണ്ഠനാണ് ഗവേഷണ മാർഗദർശി. ഇതിനകം കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി വേദികളിൽ ഇവർ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ തനത് കലയായ മോഹിനിയാട്ടത്തെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് പ്രത്യേക ശൈലിയിലേക്ക് കൊണ്ടുവന്നത്. വടക്കാഞ്ചേരിക്കടുത്ത് എങ്കക്കാട് അല്ലിപ്പറമ്പിൽ പരേതനായ വത്സന്റെയും സേതുലക്ഷ്മിയുടെയും മകളാണ് കലാമണ്ഡലം അശ്വതി. നൃത്ത സംഗീത കലാകാരനും അധ്യാപകനുമായ ഉദയശങ്കർ ലാലാണ് ഭർത്താവ്. തൊഴിലില്ലായ്മ രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമത്. ആശങ്കയറിയിച്ച് രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളമെന്ന റിപ്പോർട്ട് ഏറെ ആശങ്ക ഉയർത്തുന്നതാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ. പതിറ്റാണ്ടുകൾ നീണ്ട ഇടത് കോൺഗ്രസ് ഭരണത്തിന്റെ ബാക്കി പത്രമാണിതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ഏറ്റവും പുതിയ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം കേരളത്തിലെ സ്ത്രീകളിൽ 47.1%, പുരുഷന്മാരിൽ 19.3% തൊഴിൽ രഹിതരാണ്. പുതിയ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും സംസ്ഥാനത്ത് വരുന്നില്ല. തന്മൂലം യുവാക്കൾ തൊഴിൽ തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അവിടെ അപകട സാധ്യതയുള്ളതും സുരക്ഷിതമല്ലാത്തതുമായ സാഹചര്യങ്ങളിലാണ് പലരും ജോലി ചെയ്യുന്നത്. യോഗ്യതയുള്ള യുവാക്കൾക്കുള്ള സർക്കാർ തസ്തികകൾ പോലും നികത്തപ്പെടുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.
കാലാഹരണപ്പെട്ട CPO റാങ്ക് ഹോൾഡേഴ്സ് പട്ടിക തന്നെ ഉദാഹരണം. യുവാക്കളുടെ ഭാവി മെച്ചപ്പെടുത്താനുള്ള ഒന്നും കഴിഞ്ഞ 8 വർഷമായി അധികാരത്തിൽ തുടരുന്ന പിണറായി വിജയൻ സർക്കാർ ചെയ്തില്ലെന്ന് മാത്രമല്ല, സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് അവസാനമുണ്ടാകാൻ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചാത്തൻ സേവയുടെ മറവിൽ പീഡനം നടത്തിയ ജ്യോത്സ്യൻ അറസ്റ്റിലായി. ചാത്തൻ സേവയുടെ മറവിൽ പീഡനം നടത്തിയ ജ്യോത്സ്യൻ അറസ്റ്റിലായി. തൃശൂർ പൂവരണി സ്വദേശ് പ്രഭാത് ഭാസ്കരനെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 6-ന് ചക്കരപ്പറമ്പിലെ പ്രഭാതിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുട്ടിച്ചാത്തൻ സേവയെക്കുറിച്ച് ഇയാൾ നൽകിയ പരസ്യം വീട്ടമ്മയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് വീട്ടമ്മ പ്രഭാതിനെ ബന്ധപ്പെടുകയും പൂജ നടത്തുകയും ചെയ്തു. എന്നാൽ ഫലമുണ്ടാവാത്തതിനെ തുടർന്ന് വീണ്ടും സമീപിച്ചപ്പോൾ പാലാരിവട്ടം ചക്കരപ്പറമ്പിലെത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് പ്രഭാത് വീട്ടമ്മയെ പീഡിപ്പിച്ചത്. തുടർന്ന് വീട്ടമ്മ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലിലൂടെ പരാതി നൽകി. എന്നാൽ പണം ആവശ്യപ്പെട്ടിട്ട് നൽകാത്തതിലെ പ്രതികാരമാണ് കേസിന് പിന്നിലെന്നാണ് പ്രഭാതിന്റെ മൊഴി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് PV അൻവർ MLA പത്രസമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ 2ാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചു. NCPയിൽ വിഭാഗീയത കടുപ്പിച്ച് സസ്പെൻഷൻ. പെരുമ്പിലാവ് അറക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. അന്നത്തെ ഗ്രൗണ്ടല്ല ഇപ്പോഴത്തെ ഗ്രൗണ്ട്, മുൻ ഫുട്ബോൾ താരം കുണ്ടുകാടൻ അബൂബക്കർ. ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും അംഗീകരിക്കില്ലെന്ന് K മുരളീധരൻ. ഉദുമ മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. മുകേഷിനെ പിന്തുണച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.